ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് 3 ഫേസ് ഡി ബി ആണെങ്കിലും സിംഗിൾ ഫേസ് ഡി ബി ആണെങ്കിലും നമ്മൾ വെക്കുന്ന ഐസൊലേറ്ററിൻ്റെയും അതായത് ഈ ആർ സി സി ബി അല്ലെങ്കിൽ എൽ സി ബി ഇതിൻ്റെയൊക്കെ കറക്റ്റ് ആംബിയർ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള അത് വാങ്ങിച്ച് ഇതിൻ്റെ അകത്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്ന 3 ഫേസിൻ്റെ ഡി ബിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 3 ഫേസിൻ്റെ ഡി ബിയിൽ ആദ്യം കാണുന്നത് ഐസൊലേറ്റർ, രണ്ടാമത് കാണുന്നത് ആർ സി സി ബി. ഇതിൻ്റെ 2 ഓപ്ഷനാണ് വരുന്നത്. ഇതിൻ്റെ ആംബിയറും പിന്നെ അതുപോലെ തന്നെ നേരെ മുകളിൽ കാണുന്നത് സെലക്ടർ സ്വിച്ചുകളാണ് വരുന്നത്. സെലക്ടർ സ്വിച്ചുകളിൽ നിന്ന് നേരെ പിന്നെ വരുന്നത് എം സി ബി സെക്ഷനിലേക്കാണ്. എം സി ബി ആണ് നമ്മുടെ ഓരോ സർക്യൂട്ടുകളിലേക്കും പോകുന്ന ആംബിയർ അനുസരിച്ചിട്ട് നമ്മൾ 10 ആംബിയറിൻ്റെ, 16 ആംബിയറിൻ്റെ, 20 ആംബിയറിൻ്റെ അങ്ങനെ ഓരോ എം സി ബികൾ നമുക്ക് അറേഞ്ച് ചെയ്ത ആംബിയറിനനുസരിച്ച് കൊടുക്കുന്ന ഉപകരണങ്ങളുടെ പവർ പ്ലഗിൻ്റെയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എം സി ബികൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ആദ്യമേ തന്നെ നോക്കുക ആർ സി സി ബി ഐസൊലേറ്റർ നമുക്ക് എത്ര ആംബിയറാണ് വേണ്ടതെന്ന്. ഇത് നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കുന്നത് ആർ സി സി ബി ആണ് നമ്മൾ നോക്കുന്നത്. ആർ സി സി ബി ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത് വി ഗാർഡിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 63 ആംസാണ് ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി വരുന്നത്. പിന്നെ 30 മില്ലി ആംബിയറാണ് എർത്ത് ലീക്കേജ് കറണ്ട് വരുന്നത്. ഇതിൻ്റെ എം ആർ പി നിങ്ങൾ കാണുന്ന പോലെ തന്നെ 3000 സംതിങ് ആണ്, 3800 സംതിങ് ആണ് വരുന്നത്. എന്തായാലും അതിനേക്കാൾ കുറച്ചുകൂടി റേറ്റ് കുറച്ചിട്ട്, എന്നാൽ ഓവറായിട്ട് റേറ്റ് കുറയില്ല, കാരണം ആർ സി സി ബി ആയതുകൊണ്ട്. പിന്നെ അടുത്ത് വരുന്ന ആർ സി സി ബി ഐസൊലേറ്ററാണ്. ഐസൊലേറ്റർ 3 ഫേസ് തന്നെ ഐസൊലേറ്റർ വരുന്നത്. അതിൻ്റെ ടോട്ടൽ നമുക്ക് കാണാം 3 വർഷം വാറണ്ടി വരുന്നുണ്ട്. ഐസൊലേറ്റർ പറയുന്നുണ്ട്. അതിൻ്റെ ആംബിയർ നമുക്ക് 61 ആംസിൻ്റെ ഐസൊലേറ്റർ കിട്ടുകയാണെങ്കിൽ 61 ആംസ് മതി. ഇതിപ്പോൾ നമുക്കത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് 100 ആംബിയറിൻ്റെ ഐസൊലേറ്റർ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ അതിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ 1182 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതായത് ഐസൊലേറ്ററും ഈ ആർ സി സി ബിയും തമ്മിൽ. ആർ സി സി ബി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്, ആർ സി സി ബിയുടെ റേറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. അതായത് ട്രിപ്പിങ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ആർ സി സി ബി ആണ് വരുന്നത്. പിന്നെ എം സി ബിയും ട്രിപ്പിങ് വരുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ 3 വർഷം വാറണ്ടിയുള്ള എം സി ബികളാണ് കമ്പനി തരുന്നത്. അതിൻ്റെ ആംബിയർ നോക്കിയാൽ നിങ്ങൾ 10 ആംബിയറിൻ്റെ എം സി ബി ആണ് വരുന്നത്. അതിൻ്റെ എം ആർ പി വരുന്നത് 207 ആണ് വരുന്നത്. ഈ എം ആർ പി നിങ്ങളൊന്ന് നോട്ട് ചെയ്യണത് നല്ലതാണ്. അടുത്ത നോക്കിയാൽ അതും 10 ആംബിയർ തന്നെയാണ് അതിൻ്റെ വന്നിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എം ആർ പി 207 ആണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ വേറൊരു നോക്കിയാൽ മതി. ആ ആംബിയർ കൂടുതലാണെങ്കിലും ഒരു 20 ആംബിയറിൻ്റെയോ 16 ആംബിയറിൻ്റെയോ 20 ആംബിയറിൻ്റെ നമുക്കൊന്ന് നോക്കാം. 20 ആംബിയറിൻ്റെ ആണെങ്കിലും അതിൻ്റെ റേറ്റ് 207 ആണ്. അതായത് വി ഗാർഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഏകദേശം എല്ലാ എം സി ബികൾക്കും സെയിം റേറ്റ് ആണ് വരുന്നത്. 16 ആംസിൻ്റെ ആണെങ്കിലും 207 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ എം സി ബികൾ ഓൾറെഡി ഫേസും ന്യൂട്രും അതുപോലെ എന്തെങ്കിലും ഷോർട്ടിങ് എഫക്റ്റ് വരുന്ന സമയത്ത് ട്രിപ്പ് ആവുന്നതിനും ഹൈ ആംബിയർ എടുക്കുന്ന സമയത്ത് ട്രിപ്പ് ആവുന്നതിനും വേണ്ടിയിട്ടാണ്. ആർ സി സി ബി എന്ന് വെച്ചാൽ എർത്ത് ലീക്കേജ് കറണ്ട്, ഏതെങ്കിലും ഉപകരണങ്ങളിൽ നിന്ന് എർത്തായിട്ട് എന്തെങ്കിലും ലീക്കേജ് കറണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എർത്ത് കാര്യങ്ങളൊക്കെ മനുഷ്യന് ഷോക്ക് ഏൽക്കുകയോ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ട്രിപ്പ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ആർ സി സി ബി വെച്ചിരിക്കുന്നത്. ഇതും രണ്ടും വളരെ അത്യാവശ്യമാണ്. ഐസൊലേറ്റർ എന്ന് പറയുന്നത് വെറുതെ നമ്മളൊരു സ്വിച്ച് എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മെയിനായിട്ട് വരുന്ന സ്വിച്ച് എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിലും മൊത്തം ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും മെയിൻ ഒന്ന് മൊത്തം മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഐസൊലേറ്റർ യൂസ് ചെയ്യുന്നത്. ഐസൊലേറ്റർ ഒരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്നു. ഐസൊലേറ്റർ ഒരിക്കലും ട്രിപ്പ് ആവില്ല. ട്രിപ്പ് ആവുന്നത് എം സി ബികളും ആർ സി സി ബിയുമാണ് ട്രിപ്പ് ആവുന്നത്. അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഏറ്റവും ആദ്യം തന്നെ മീറ്ററിൽ നിന്ന് നേരിട്ട് വരുന്നത് നമ്മുടെ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഐസൊലേറ്ററിൽ നിന്ന് നേരിട്ട് വരുന്നത് പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് ആർ സി സി ബിയിലേക്ക്. ആർ സി സി ബിയിൽ നിന്ന് നേരെ സെലക്ടർ സ്വിച്ചിലേക്ക്. സെലക്ടർ സ്വിച്ചുകളിൽ നിന്നുമാണ് ഓരോ എം സി ബികളിലേക്കും പോകുന്നത്. ഓരോ എം സി ബികളിൽ നിന്നും നമ്മുടെ വീട്ടിലേക്കുള്ള ഏതെല്ലാം സർക്യൂട്ടുകൾ കൊടുത്തിട്ടുണ്ടോ അവിടേക്കുമാണ് പോകുന്നത്. ഇതാണ് ഒരു കോമൺലി വരുന്ന വയറിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഐസൊലേറ്റർ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്നും 3 ഫേസിൽ ഐസൊലേറ്റർ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ആർ സി സി ബി ഏതാണെന്ന് എം സി ബികൾ ഏതൊക്കെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.